ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സോഫിയ ഡാനിയൽ. പ്രധാന വാർത്തകൾ. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാത്തതിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ സ്മാർട്ട് റോഡ് നവീകരണം അവസാന ഘട്ടത്തിലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് വയനാട്, കാസർഗോഡ് ജില്ലകളിൽ തുടക്കം. T20 ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. അനുമോദന സമ്മേളനം വൈകിട്ട് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. വാർത്തകൾ വിശദമായി. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ പോലീസ് അന്വേഷണം തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്ന M. വിൻസെന്റ് MLA-യുടെ ഉപക്ഷേപത്തിന് മറുപടി പറയുകയായിരുന്നു മുഖ്യമന്ത്രി. KSU യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരുടെ ഭാഗത്തുനിന്നുണ്ടായ കല്ലേറിൽ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന സീനിയർ പോലീസ് ഓഫീസർക്ക് പരിക്കേറ്റു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് MLA-മാരായ M. വിൻസെന്റ്, ചാണ്ടി ഉമ്മൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ കേസെടുത്തതെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. നടപടികൾ നിർത്തിവെക്കാനുള്ള ഉപക്ഷേപത്തിന് സ്പീക്കർ അവതരണ അനുമതി നിഷേധിച്ചതിൽ പ്രതിഷേധിച്ച് നിയമസഭയിൽ പ്രതിപക്ഷം ബഹളം വച്ചു. അലിഖിത നിയമവാഴ്ചയാണ് സംസ്ഥാനത്ത് നടക്കുന്നതെന്ന് പ്രതിപക്ഷ നേതാവ് VD സതീശൻ ആരോപിച്ചു. പ്രതിപക്ഷ ബഹളം രൂക്ഷമായതിനെ തുടർന്ന് നടപടികൾ വേഗത്തിൽ പൂർത്തിയാക്കി സഭ ഇന്നത്തേക്ക് പിരിയുകയാണെന്ന് സ്പീക്കർ അറിയിച്ചു. വിനോദസഞ്ചാരികൾ നേരിടുന്ന ചൂഷണം തടയാനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിയമസഭയിൽ അറിയിച്ചു. ടൂറിസ്റ്റ് ഗൈഡുകളുടെ കാര്യത്തിൽ നിയന്ത്രണം കൊണ്ടുവരേണ്ടതുണ്ട്. ടൂറിസം മേഖലയിലെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്നും ടൂറിസം ക്ലബ്ബുകൾ രൂപീകരിക്കുമെന്നും മുഹമ്മദ് റിയാസ് അറിയിച്ചു. സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി വി ശിവൻകുട്ടി. നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. +1 അപേക്ഷിച്ച എല്ലാ വിദ്യാർത്ഥികൾക്കും പ്രവേശനം ലഭിക്കും. 10ാം ക്ലാസ് ജയിച്ച വിദ്യാർത്ഥികൾക്ക് തുടർ പഠനം ഉറപ്പാക്കുന്നതിന് 2023-24 കാലയളവിൽ താൽക്കാലികമായി അനുവദിച്ചതും നിലനിർത്തിയതും മാറ്റിയതുമായ ബാച്ചുകൾ തുടരും. ഇവിടെ ഈ 3ാം റൗണ്ട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുന്നതോടുകൂടി അപേക്ഷ നൽകിയിട്ടുള്ള മുഴുവൻ ആൾക്കാർക്കും പ്രവേശനം ലഭിക്കും സാർ. മലപ്പുറം അടക്കം A+ കിട്ടിയ പ്രവേശനം ലഭിക്കേണ്ടത് 222 പേർക്ക് മാത്രമേ ഉള്ളൂ. ഈ സപ്ലിമെന്ററി അലോട്ട്മെന്റ് കഴിയുമ്പോൾ അതിൽ അവർക്ക് ലഭിക്കും. മലപ്പുറം ജില്ലയിൽ നിന്നാണ് കുറച്ച് സീറ്റിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് 7500-ലധികം സീറ്റിന്റെ കുറവുണ്ടെന്ന് പറഞ്ഞ് വിദ്യാർത്ഥി സംഘടന നേതാക്കന്മാരുടെ യോഗം വിളിച്ചു ചേർത്തപ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം ഒരു ധാരണയുണ്ടായി. അതനുസരിച്ച് 2 ഉന്നത ഉദ്യോഗസ്ഥന്മാരെ മലപ്പുറം ജില്ലയിൽ അക്കാര്യം പരിശോധിക്കാൻ വേണ്ടി അയച്ചു. 2 ദിവസത്തിനകം റിപ്പോർട്ട് കിട്ടും. കിട്ടിയാൽ ഉടനെ തന്നെ അതിനാവശ്യമായ നടപടി സ്വീകരിക്കാം. മലബാർ മേഖലയിലെ എല്ലാ സർക്കാർ സ്കൂളുകളിലും 30%, എയ്ഡഡ് സ്കൂളുകളിൽ 20% മാർജിനൽ സീറ്റുകൾ വർദ്ധിപ്പിച്ചതായും മന്ത്രി സഭയെ അറിയിച്ചു. സ്മാർട്ട് റോഡ് പദ്ധതി പ്രകാരം തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ തുടങ്ങിയ ജില്ലകളിൽ റോഡ് നവീകരണം അവസാന ഘട്ടത്തിലാണെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ് നിയമസഭയിൽ ചോദ്യോത്തരവേളയിൽ അറിയിച്ചു. വിദേശ രാജ്യങ്ങളിൽ ചെയ്യുന്നതുപോലെ എല്ലാ കേബിളുകളും പൈപ്പുകളും ഡക്ട് വഴി എടുക്കുന്ന രീതിയാണ് അവലംബിച്ചിരിക്കുന്നതെന്നും മന്ത്രി പറഞ്ഞു. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണത അഭിയാൻ പദ്ധതിക്ക് വയനാട്, കാസർഗോഡ് ജില്ലകളിൽ തുടക്കമായി. കാസർഗോഡ് പരപ്പ ബ്ലോക്കിലെ പരിപാടി ജില്ലാ കളക്ടർ K. ഇമ്പശേഖർ ഉദ്ഘാടനം ചെയ്തു. കേന്ദ്രം നടപ്പാക്കുന്ന അഭിലാഷ ജില്ലാ പദ്ധതിയിൽ ഉൾപ്പെടുന്ന പ്രദേശങ്ങളിലാണ് സമ്പൂർണത അഭിയാൻ നടപ്പിലാക്കുന്നത്. ഈ പ്രദേശങ്ങളുടെ സമഗ്രമായ ഉന്നമനം ലക്ഷ്യമിടുന്നതാണ് പദ്ധതി. വയനാടിനും കാസർഗോഡിനും പുറമെ ഇടുക്കി ജില്ലയിലെ അഴുത, ദേവികുളം, പാലക്കാട് ജില്ലയിലെ അട്ടപ്പാടി, കൊല്ലങ്കോട് ബ്ലോക്കുകളും കേരളത്തിൽ നിന്ന് അഭിലാഷ ജില്ലാ പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. സമ്പൂർണത അഭിയാൻ ക്യാമ്പയിന്റെ ഭാഗമായി നാളെ കൊല്ലങ്കോടും പരിപാടി സംഘടിപ്പിക്കും. T20 ക്രിക്കറ്റ് ലോകകപ്പ് ജേതാക്കളായ ഇന്ത്യൻ ടീം ബാർബഡോസിൽ നിന്ന് ന്യൂഡൽഹിയിലെത്തി. 17 വർഷത്തെ കാത്തിരിപ്പിനൊടുവിൽ ലോകകപ്പ് നേടിയ ഇന്ത്യൻ സംഘത്തിന് ഉജ്ജ്വല വരവേൽപ്പാണ് ഡൽഹി വിമാനത്താവളത്തിൽ ഒരുക്കിയത്. ടീം അംഗങ്ങൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ അദ്ദേഹത്തിന്റെ വസതിയിലെത്തി സന്ദർശിച്ചു. ഇന്ന് വൈകിട്ട് മുംബൈയിൽ ഇന്ത്യൻ ടീമിന്റെ റോഡ് ഷോ ഒരുക്കിയിട്ടുണ്ട്. വൈകിട്ട് 5 മണിക്കും 7-നും ഇടയിൽ നരിമാൻ പോയിന്റിൽ നിന്ന് വാങ്കഡെ സ്റ്റേഡിയം വരെയാണ് റോഡ് ഷോ. തുടർന്ന് നടക്കുന്ന അനുമോദന സമ്മേളനത്തിൽ BCCI പ്രഖ്യാപിച്ച പാരിതോഷികം ടീം അംഗങ്ങൾക്ക് കൈമാറും. ഉപരാഷ്ട്രപതി ജഗ്ദീപ് ധൻകർ 2 ദിവസത്തെ സന്ദർശനത്തിനായി ശനിയാഴ്ച കേരളത്തിലെത്തും. തിരുവനന്തപുരം വലിയമല ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജിയിൽ നടക്കുന്ന ബിരുദദാന ചടങ്ങിൽ അദ്ദേഹം പങ്കെടുക്കും.
മികച്ച വിജയം നേടിയ വിദ്യാർത്ഥികൾക്കുള്ള സ്വർണ്ണ മെഡലുകൾ ഉപരാഷ്ട്രപതി സമ്മാനിക്കും. ISRO അധ്യക്ഷൻ S. സോമനാഥ് പരിപാടിയിൽ സന്നിഹിതനാകും. തുടർന്ന് കൊല്ലത്തെത്തുന്ന ശ്രീ ധൻകർ വൈകിട്ട് അഷ്ടമുടിക്കായലിൽ ബോട്ട് സവാരി നടത്തും. ഞായറാഴ്ച ഉപരാഷ്ട്രപതി ഡൽഹിയിലേക്ക് മടങ്ങും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. കേരളത്തിലെ +1, +2 ക്ലാസുകളിലെ പാഠ്യപദ്ധതി പരിഷ്കരണ പ്രവർത്തനങ്ങളുടെ ഭാഗമായി പാഠപുസ്തക പരിഷ്കരണ നടപടികൾ ഈ മാസം തന്നെ ആരംഭിക്കുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. നിലവിൽ NCERT തയ്യാറാക്കിയതും കേരള SCERT തയ്യാറാക്കിയതുമായ പാഠപുസ്തകങ്ങളാണ് ഹയർ സെക്കൻഡറിയിൽ ഉപയോഗിക്കുന്നത്. ആദ്യഘട്ടം SCERT തയ്യാറാക്കിയ പാഠപുസ്തകങ്ങളുടെ പരിഷ്കരണമാണ് നടക്കുക. പാഠ്യപദ്ധതി പരിഷ്കരണങ്ങളുടെ ഭാഗമായി അക്കാദമിക ശില്പശാല സംഘടിപ്പിക്കുമെന്നും മന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഹൈടെക് ക്ലാസ് മുറികളുടെ ഫലപ്രദമായ ഉപയോഗം ഉറപ്പാക്കാൻ സമഗ്ര പ്ലസ് ഡിജിറ്റൽ പോർട്ടൽ ഈ മാസം മുതൽ ആരംഭിക്കുമെന്നും മന്ത്രി അറിയിച്ചു. സാമൂഹ്യനീതി വകുപ്പിന്റെ നേതൃത്വത്തിൽ സംസ്ഥാനത്തെ മുഴുവൻ ഭിന്നശേഷിക്കാർക്കും ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭ്യമാക്കാൻ പ്രത്യേക രജിസ്ട്രേഷൻ ക്യാമ്പയിൻ ഊർജിതമാക്കുമെന്ന് മന്ത്രി ആർ. ബിന്ദു. നാഷണൽ സർവീസ് സ്കീമിന്റെയും തദ്ദേശ സ്വയംഭരണ വകുപ്പിന്റെയും സഹകരണത്തോടെയാണ് ക്യാമ്പയിൻ നടത്തുന്നത്. കേരള സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖാന്തരം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ കേന്ദ്രീകരിച്ച് അദാലത്തുകൾ സംഘടിപ്പിച്ചു വരികയാണെന്നും ക്യാമ്പയിൻ സംബന്ധിച്ച യോഗത്തിനു ശേഷം മന്ത്രി സമൂഹമാധ്യമ പോസ്റ്റിൽ കുറിച്ചു. പൂർണ്ണമായും കിടപ്പിലായ ഭിന്നശേഷിക്കാർക്ക് അവരുടെ വീടുകളിലെത്തി ആധാറും മെഡിക്കൽ ബോർഡ് സർട്ടിഫിക്കറ്റും നൽകുന്നതിന് നടപടികൾ സ്വീകരിക്കുമെന്ന് യോഗത്തിൽ പങ്കെടുത്ത മന്ത്രി MB രാജേഷ് അറിയിച്ചു. കണ്ണൂർ ജില്ലയിൽ ഡിജിറ്റൽ സർവേ പ്രവർത്തനം 42,400 ഹെക്ടറിൽ പൂർത്തിയായി. 14 വില്ലേജുകളിലായി 2,39,500 കൈവശങ്ങളാണ് ഇതുവരെ ഡിജിറ്റൽ സർവേ പ്രകാരം അളന്ന് തിട്ടപ്പെടുത്തിയത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. ജില്ലയിലെ ഡിജിറ്റൽ സർവേയുടെ ഒന്നാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 14 വില്ലേജുകളിൽ മുഴുവൻ വില്ലേജുകളുടെയും ഫീൽഡ് ജോലികൾ പൂർത്തീകരിച്ചു. രണ്ടാം ഘട്ടത്തിൽ ഉൾപ്പെട്ട 14 വില്ലേജുകളിൽ 12 എണ്ണത്തിന്റെ ഫീൽഡ് ജോലികൾ ആരംഭിച്ചിട്ടുണ്ട്. ഇതിൽ 50% ഫീൽഡ് ജോലി ഇതിനകം പൂർത്തിയായി കഴിഞ്ഞു. ഒന്നാം ഘട്ടത്തിൽ 30,000 ഹെക്ടറും രണ്ടാം ഘട്ടത്തിൽ 26,000 ഹെക്ടറും ഉൾപ്പെടെ ആകെ 56,000 ഹെക്ടർ ഭൂമിയാണ് ജില്ലയിൽ ഡിജിറ്റൽ സർവേ ചെയ്യാനുള്ളത്. ഡിജിറ്റൽ സർവേ പ്രവർത്തനം സമയബന്ധിതമായും കുറ്റമറ്റ രീതിയിലും പൂർത്തീകരിക്കുന്നതിന് മുഴുവൻ കൈവശക്കാരുടെയും സഹകരണം അത്യന്താപേക്ഷിതമാണെന്ന് റീസർവേ അസിസ്റ്റന്റ് ഡയറക്ടർ അറിയിച്ചു. തിരുവനന്തപുരം മുതലപ്പൊഴിയിൽ മത്സ്യത്തൊഴിലാളികൾ നേരിടുന്ന പ്രശ്നങ്ങൾ മനസ്സിലാക്കുന്നതിനായി കേന്ദ്ര ഫിഷറീസ് സഹമന്ത്രി ജോർജ് കുര്യൻ മുതലപ്പൊഴിയിലെത്തി. താഴമ്പള്ളിയിലെ AEE ഓഫീസിൽ അദ്ദേഹം യോഗത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അമീബിക് മസ്തിഷ്ക ജ്വരം സ്ഥിരീകരിച്ച് കോഴിക്കോട് സ്വകാര്യ ആശുപത്രിയിൽ തീവ്രപരിചരണ വിഭാഗത്തിൽ ചികിത്സയിലായിരുന്ന 12 വയസ്സുകാരൻ മരിച്ചു. ഫറോക്ക് സ്വദേശിയായ മൃദുലാണ് ഇന്നലെ അർദ്ധരാത്രിയോടെ മരിച്ചത്. രാമനാട്ടുകരയിലെ പൊതുകുളത്തിൽ കുളിച്ചതിനെ തുടർന്നാണ് കുട്ടിക്ക് ശാരീരിക അസ്വസ്ഥതകൾ പ്രകടമായത്. മാന്നാർ കൊലപാതക കേസ് അന്വേഷണത്തിന് ചെങ്ങന്നൂർ ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിൽ 21 പേരടങ്ങുന്ന പ്രത്യേക സംഘം രൂപീകരിച്ചു. മാന്നാർ അമ്പലപ്പുഴ പോലീസ് സ്റ്റേഷനുകളിലെ ക്രൈംബ്രാഞ്ച് ഉദ്യോഗസ്ഥരും അന്വേഷണ സംഘത്തിലുണ്ട്. കസ്റ്റഡിയിൽ വാങ്ങിയ 3 പ്രതികളെയും ഇന്ന് വിശദമായി ചോദ്യം ചെയ്യും. കൊല്ലപ്പെട്ട കലയുടെ മൃതദേഹം കുഴിച്ചിട്ട് എന്ന് പ്രതികൾ പറഞ്ഞ വീട്ടിലും മൊഴിയിൽ ഉൾപ്പെട്ട മറ്റിടങ്ങളിലും പ്രതികളെ എത്തിച്ച് സംഘം തെളിവെടുപ്പ് നടത്തും. അറസ്റ്റിലായ 3 പ്രതികളുടെയും 6 ദിവസത്തെ കസ്റ്റഡിയാണ് കോടതി അനുവദിച്ചത്. കണ്ണൂർ ഇരിട്ടിക്കടുത്ത് പടിയൂരിലെ പൂവംപുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 വിദ്യാർത്ഥിനികളിൽ ഒരാളുടെ മൃതദേഹം കണ്ടെടുത്തു. എടയന്നൂരിലെ ഷർബഹാന്റെ മൃതദേഹമാണ് രാവിലെ കണ്ടെത്തിയത്. ചക്കരക്കല്ലിലെ സൂര്യയെ കണ്ടെത്തുന്നതിനുള്ള ശ്രമം തുടരുകയാണ്. ദേശീയ ദുരന്ത നിവാരണ സേനാംഗങ്ങൾ തിരച്ചിൽ നടത്തുന്നുണ്ട്. ഇരിക്കൂർ സിബ്ക കോളേജിലെ വിദ്യാർത്ഥിനികളായ ഷഹർബാനെയും സൂര്യയെയും ചൊവ്വാഴ്ച വൈകുന്നേരമാണ് പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായത്. കേരള ഫോക്ലോർ അക്കാദമി പുരസ്കാരങ്ങൾ ഇന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ വിതരണം ചെയ്യും. തിരുവനന്തപുരം നിശാഗന്ധി ഓഡിറ്റോറിയത്തിൽ വൈകുന്നേരം നടക്കുന്ന ചടങ്ങിൽ മന്ത്രി സജി ചെറിയാൻ അധ്യക്ഷത വഹിക്കും. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. ബോംബെ ഓഹരി സൂചിക സെൻസെക്സ് 178 പോയിന്റ് നേട്ടത്തിൽ 80,165-ലും ദേശീയ ഓഹരി സൂചിക നിഫ്റ്റി 41 പോയിന്റ് നേട്ടത്തിൽ 24,328-ലും വ്യാപാരം തുടരുന്നു. സ്വർണ്ണവിലയിൽ വർധന. ഗ്രാമിന് 65 രൂപ വർദ്ധിച്ച് 6,700 രൂപയും പവന് 520 രൂപ വർദ്ധിച്ച് 53,600 രൂപയുമാണ് ഇന്നത്തെ വില. പ്രധാന വാർത്തകൾ വീണ്ടും. തിരുവനന്തപുരം കാര്യവട്ടം ക്യാമ്പസിലെ സംഘർഷത്തിൽ അന്വേഷണം തുടരുകയാണെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. വിഷയം സഭ നിർത്തിവച്ച് ചർച്ച ചെയ്യാത്തതിൽ നിയമസഭയിൽ പ്രതിപക്ഷ ബഹളം. സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സപ്ലിമെന്ററി അലോട്ട്മെന്റ് പൂർത്തിയാകുമ്പോൾ +1 പ്രവേശനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധിക്ക് പരിഹാരമുണ്ടാകുമെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ ജില്ലകളിലെ സ്മാർട്ട് റോഡ് നവീകരണം അവസാന ഘട്ടത്തിലെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. നിതി ആയോഗിന്റെ നേതൃത്വത്തിൽ നടപ്പിലാക്കുന്ന സമ്പൂർണ്ണത അഭിയാൻ പദ്ധതിക്ക് വയനാട്, കാസർഗോഡ് ജില്ലകളിൽ തുടക്കം.
T20 ക്രിക്കറ്റ് ലോകകപ്പ് ചാമ്പ്യന്മാരായ ഇന്ത്യൻ ടീം പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ സന്ദർശിച്ചു. അനുമോദന സമ്മേളനം വൈകിട്ട് മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.